ഇന്ന് പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് തുടക്കമാകുന്നു എന്നതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ വാർത്ത എന്ന് പറയുന്നത്. പാർലമെന്റ് ഇന്ന് പ്രക്ഷുബ്ധമാകും എന്ന കാര്യം ഉറപ്പാണ്. പഹൽഗാമിൽ സംഭവിച്ച സുരക്ഷാ വീഴ്ച, പ്രതിപക്ഷം ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് ഈ നിമിഷം വരെ കേന്ദ്ര സർക്കാർ ഒരു തൃപ്തിയുള്ള മറുപടി നൽകാതിരിക്കുന്ന സാഹചര്യം, ഇതൊക്കെ പാർലമെന്റിൽ ഇന്ന് വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടവയ്ക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതേസമയം തന്നെ ഇന്ത്യ സഖ്യത്തിന്റെ, പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ മുൻപിലുള്ള ഒരു പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യമെന്ന് പറയുന്നത് ശശി തരൂരിന്റെ നിലപാട് പാർലമെന്റിൽ എങ്ങനെയാകും എന്നതും ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. കോൺഗ്രസ് എങ്ങനെ കൈകാര്യം ചെയ്യും ആ ഒരു വിഷയം എന്നതും ഇന്ന് ഉയർന്നു വരുന്ന ഒരു ചോദ്യം കൂടിയാണ്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനമാണ് ഇന്ന് തുടക്കമാവുക. ഓഗസ്റ്റ് 21 വരെയാണ് സമ്മേളനം നടക്കുക. മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം ദീർഘിപ്പിക്കാനുള്ള പ്രമേയമടക്കം നിരവധി ബില്ലുകൾ സഭയിൽ കൊണ്ടുവരാനാണ് കേന്ദ്ര സർക്കാർ നീക്കം. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം നടക്കുന്ന ആദ്യ സമ്മേളനത്തിൽ കേന്ദ്ര സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. സ്വാതി ദില്ലിയിൽ നിന്ന് വാർത്തയുടെ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. നോക്കാം പാർലമെന്റ് ഇന്ന് ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. സ്വാതി, ഗുഡ് മോർണിംഗ്. ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷമുള്ള ആദ്യ പാർലമെന്റ് സമ്മേളനം ഇന്ന് ചേരാൻ വേണ്ടി പോവുകയാണ്. സ്വാഭാവികമായും പഹൽഗാമിലെ സുരക്ഷാ വീഴ്ചയടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രതിപക്ഷം വലിയ ചോദ്യങ്ങൾ സഭയിൽ കേന്ദ്ര സർക്കാരിന് മുന്നിൽ കൊണ്ടുവരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. സഭയിലെങ്കിലും ആ ചോദ്യങ്ങൾക്ക് തൃപ്തികരമായൊരു മറുപടി ഉണ്ടായില്ലെങ്കിൽ വലിയ പ്രതിഷേധങ്ങളിലേക്കായിരിക്കുമോ ഇരുസഭകളും പോവുക? ഗുഡ് മോർണിംഗ് മനു. വർഷകാല സമ്മേളനം, പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഇന്ന് ആരംഭിക്കുന്നു. അടുത്ത മാസം 21 വരെ നീണ്ടു നിൽക്കുന്ന വർഷകാല സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകുമ്പോൾ വലിയ പ്രതിരോധത്തിലേക്ക് കേന്ദ്ര സർക്കാർ പോകുമെന്നുള്ളതിൽ സംശയമില്ല. ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാന വിഷയങ്ങളിൽ ചർച്ച ചെയ്യണമെന്ന ആവശ്യം തന്നെയായിരിക്കും പ്രതിപക്ഷം ഉന്നയിക്കുക. നേരത്തെ മനു സൂചിപ്പിച്ച പോലെ ഈ പഹൽഗാം ആക്രമണം ഉണ്ടായതിനു പിന്നാലെ ഉണ്ടായിട്ടുള്ള ആദ്യ പാർലമെന്റ് സമ്മേളനം എന്ന നിലയിലും അതിനപ്പുറത്തേക്ക് ഈ വിഷയങ്ങളിലൊക്കെയും കേന്ദ്ര സർക്കാർ തുടരുന്ന മൗനമുണ്ട്. ഈ പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ ഉണ്ടായിട്ടുള്ള സുരക്ഷാ വീഴ്ച ലഫ്റ്റനന്റ് ഗവർണർ തുറന്ന് വെളിപ്പെടുത്തിയ സംഭവമുണ്ട്. ആ വിഷയത്തിലൊക്കെ തന്നെയും കേന്ദ്ര സർക്കാർ ഇതുവരെയും വ്യക്തമായ ഒരു മറുപടി നൽകിയിട്ടില്ല. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങളൊക്കെ തന്നെയും ആശങ്കയായി നിരവധി തവണ പ്രതിപക്ഷം ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ വിഷയങ്ങൾ തന്നെയായിരിക്കും ഏറ്റവും പ്രധാനമായി പാർലമെന്റിലേക്ക് ചർച്ചയ്ക്ക് എടുക്കുക. അതിനപ്പുറത്തേക്ക് വരുന്ന കാര്യം, ഈ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് ട്രംപ് നടത്തിയിട്ടുള്ള അവകാശവാദം സംബന്ധിച്ചും വ്യക്തമായ വിശദീകരണവും മറുപടിയും കേന്ദ്ര സർക്കാർ പറയേണ്ടി വരും. അതേസമയം തന്നെ പ്രധാനമന്ത്രി ഈ വിഷയത്തിൽ തുറന്ന ചർച്ചയ്ക്കും അതോടൊപ്പം മറുപടി പറയാൻ പ്രധാനമന്ത്രി തയ്യാറാകണമെന്നുള്ള ആവശ്യം തന്നെയാണ് കഴിഞ്ഞ ദിവസം നടന്ന സർവകക്ഷി യോഗത്തിലടക്കം പ്രതിപക്ഷം ഉന്നയിച്ചിട്ടുള്ളത്. എന്നാൽ പ്രധാനമന്ത്രി ഇപ്പോൾ വിദേശ പര്യടനത്തിലാണ് എന്നുള്ള ആക്ഷേപം കൂടി പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമ്മേളനം നടക്കുന്ന ഘട്ടത്തിലും പ്രധാനമന്ത്രി ആ പാർലമെന്റിലേക്ക് വരാനോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ അഭിമുഖീകരിക്കുവാനോ തയ്യാറാക്കാത്തതിലുള്ള വലിയ വിമർശനങ്ങൾ എന്തായാലും പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. അത് ഇന്നത്തെ പാർലമെന്റ് സമ്മേളനത്തിലും ചർച്ചയാകുമെന്നുള്ളതിൽ സംശയമില്ല. അപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ദൂറിനെ തുടർന്നുണ്ടായിട്ടുള്ള വലിയ ആശങ്കകൾ, കേന്ദ്ര സർക്കാർ തുടരുന്ന മൗനം സംബന്ധിച്ച് തന്നെയായിരിക്കും സുപ്രധാന ചർച്ച ഉയരുക. മറ്റു വിഷയങ്ങളെന്ന് പറയുന്നത്, രാജ്യത്തെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ നിരവധി സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. ആ ഘട്ടത്തിൽ കൊണ്ടുവന്നിട്ടുള്ള ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണം ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചയായി തന്നെയായിരിക്കും പാർലമെന്റിലേക്ക് ഉയർന്നു വരിക. അതോടൊപ്പം തന്നെ നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ, ഈ യുവാക്കളെ സംബന്ധിച്ച് തൊഴിലില്ലായ്മ നിരക്ക് കൂടുന്ന സാഹചര്യമുണ്ട്. ആ വിഷയങ്ങൾ എന്തായാലും ഉയർത്തും. അതോടൊപ്പം തന്നെ ശേഖർ യാദവ് ഉൾപ്പെടെയുള്ളവരുടെ ഈ ഇംപീച്ച്മെന്റ് നടപടിയുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾ, ശേഖർ യാദവിനോട് ഒപ്പം തന്നെയും ജസ്റ്റിസ് യശ്വന്ത് വർമ്മ ഉൾപ്പെടെയുള്ളവരുടെ ഇംപീച്ച്മെന്റുമായി ബന്ധപ്പെട്ട നടപടികൾ സംബന്ധിച്ച വലിയ ചർച്ച എന്തായാലും പാർലമെന്റിൽ ഉയരുമെന്നുള്ളതിൽ സംശയമില്ല. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷം ഉന്നയിച്ച പോലെ പ്രധാനമന്ത്രി ഈ വിഷയത്തിൽ ഉത്തരം പറയുക, മറുപടി പറയുക എന്നുള്ളത് തന്നെയാണ് പ്രതിപക്ഷം ശക്തമായും ഉയർത്തുന്നത്. അതേസമയം തന്നെ കഴിഞ്ഞ ദിവസം ചേർന്ന ഈ സർവകക്ഷി യോഗത്തിലടക്കം കിരൺ റിജിജു പറഞ്ഞത് ഈ വിഷയങ്ങളിലൊക്കെയും കേന്ദ്ര സർക്കാർ തുറന്നുള്ള ഒരു ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതേസമയം പ്രധാനമന്ത്രി ഇന്നലെ സർവകക്ഷി യോഗത്തിലടക്കം വിട്ടുനിന്നതും വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട്. അതേസമയം ഇന്ന് പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യും എന്നുള്ള ചെറിയ വിവരങ്ങൾ കൂടി ലഭ്യമാകുന്നുണ്ട്. ഏകദേശം 10 മണിയോടുകൂടി പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യുമെന്നുള്ള വിവരങ്ങൾ കൂടി ലഭ്യമാകുന്നുണ്ട്. എന്തായാലും വർഷകാല സമ്മേളനം തുടങ്ങുമ്പോൾ അത് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് വലിയ തരത്തിലുള്ള പ്രതിരോധത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ളതിൽ സംശയമില്ല. കേന്ദ്ര സർക്കാരിന് ആ രീതിയിൽ ഉള്ള വെല്ലുവിളികൾ നേരിടേണ്ടി വരുമ്പോൾ പ്രതിപക്ഷത്തിന്റെ മുൻപിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അവസരം കൂടിയാണ് സ്വാതി. കാരണം നമുക്കറിയാം, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യ സഖ്യം എന്ന് പറയുന്നത്
അത് വേർപിരിഞ്ഞ് പല തലങ്ങളിലായി നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ പഴയ കൂട്ടായ്മ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ആ കൂട്ടായ്മ തിരികെ പിടിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഈ വർഷകാല സമ്മേളനം എന്ന് പറയുന്നത്. പ്രതിപക്ഷത്തെ ഒരുമിപ്പിച്ച് നിർത്തുന്ന ഒരുപാട് ഘടകങ്ങൾ ഇപ്പോൾ രാജ്യത്തുണ്ട്. പ്രത്യേകിച്ചും ഈ പറയുന്നത് പോലെ പഹൽഗാമിലെ സുരക്ഷാ വീഴ്ച അടക്കമുള്ള വിഷയങ്ങൾ, ബീഹാറിലെ വോട്ടർ പട്ടികയിലെ തീവ്ര പരിഷ്കരണം, പൗരത്വം അടിസ്ഥാനമാക്കി നടത്തുന്നത്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ, രാജ്യത്തെ മുഴുവൻ വർഗീയവൽക്കരിക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കം, പ്രതിപക്ഷത്തിന് ഒരുമിച്ച് നിൽക്കാനുള്ള ഒരുപാട് അവസരങ്ങൾ ഈ ഘട്ടത്തിലുണ്ട്. അത് മുതലെടുക്കാൻ അല്ലെങ്കിൽ ഉപയോഗപ്പെടുത്താൻ അവർക്ക് കഴിയുമോ എന്ന പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ഒപ്പം തന്നെയാണ് ശശി തരൂരിന്റെ വിഷയം കോൺഗ്രസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്ന വളരെ പ്രധാനപ്പെട്ട വിഷയവും നിൽക്കുന്നത്. തീർച്ചയായും ഇന്ത്യ സഖ്യത്തിലെ കോൺഗ്രസ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസിനെ വലിയ തരത്തിൽ പ്രതിസന്ധിയിലാക്കുന്ന ഘടകം എന്ന് പറയുന്നത് ശശി തരൂരിൻ്റെ വിഷയം തന്നെയാണ്. കഴിഞ്ഞ ദിവസം കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെയും തന്നെ ശശി തരൂരിനെ തള്ളി രംഗത്ത് വരുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പാർലമെൻറ്റ് ചേരുന്ന ഘട്ടത്തിൽ ശശി തരൂർ ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇന്ത്യ സഖ്യവും കോൺഗ്രസും മുന്നോട്ട് വയ്ക്കുന്ന സുപ്രധാന നിലപാടുകൾ ശശി തരൂർ എങ്ങനെയായിരിക്കും പ്രതികരണം നടത്തുക അല്ലെങ്കിൽ ചർച്ചയിലൊക്കെയും ഭാഗമാകുക എന്നുള്ളത് ഏറ്റവും പ്രധാനമായി നോക്കിക്കാണുന്നത് തന്നെയായിരിക്കും. ശശി തരൂരിൻ്റെ പല ഘട്ടങ്ങളിലെ മോദി സ്തുതി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കോൺഗ്രസിനെ വലിയ തരത്തിൽ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. അതിൽ നേതാക്കൾക്കിടയിൽ തന്നെ അതിർത്തി തുടരുകയും എന്നാൽ ഹൈക്കമാൻഡ് ഈ വിഷയത്തിൽ തുടരുന്ന മൗനവും വലിയ തരത്തിൽ ചർച്ചയാവുന്ന ഘട്ടത്തിൽ കൂടിയാണ് പാർലമെന്റ് സമ്മേളനം ചേരുക. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ ഒരു ആശങ്ക അല്ലെങ്കിൽ ഈ ശശി തരൂരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലുണ്ട്. മാധ്യമങ്ങൾ വിവിധ ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ചോദിക്കുമ്പോൾ പോലും കോൺഗ്രസിന് കൃത്യമായ മറുപടി പറയാതെ വരികയും പലരും പറയുന്ന അഭിപ്രായങ്ങളിൽ തന്നെ ഭിന്നത ഉണ്ടാവുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. എന്തായാലും ശശി തരൂർ വിഷയം എന്ന് പറയുന്നത് വലിയ പ്രതിസന്ധിയും അതിർത്തിയും കോൺഗ്രസിനുള്ളിൽ ഉണ്ടാക്കുകയും അഭിപ്രായ ഭിന്നതയിലേക്ക് കോൺഗ്രസ് പോകുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വർഷകാല സമ്മേളനത്തിലെ ശശി തരൂരിൻ്റെ ഓരോ പ്രതികരണങ്ങളും വളരെ രാജ്യം ഉറ്റുനോക്കുന്നതാണ്, കോൺഗ്രസ് ഉറ്റുനോക്കുന്നതാണ്. വലിയ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ഇനിയും പാർലമെന്റിലടക്കം ഉന്നയിച്ചാൽ അത് വലിയ തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് പോകുമെന്നുള്ളതിൽ സംശയമില്ല. എന്തായാലും ഈ വിഷയങ്ങളെല്ലാം ഒറ്റക്കെട്ടായി ഉന്നയിക്കുമെന്ന് ഇന്ത്യ സഖ്യം ഇപ്പോൾ പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസത്തെ സർവകക്ഷി യോഗത്തിൽ അത്തരത്തിലൊരു തീരുമാനം തന്നെയാണ് എടുത്തിട്ടുള്ളത്. കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള വലിയ ചർച്ചകൾ തന്നെ പാർലമെന്റിൽ ഉണ്ടാകും. സുപ്രധാന വിഷയങ്ങളിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ പ്രധാനമന്ത്രി തന്നെ ഉത്തരം പറയണം, മറുപടി നൽകണമെന്നുള്ള ആവശ്യമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. ജോൺ ബ്രിട്ടാസ് എം പി കഴിഞ്ഞ ദിവസം പ്രതികരിച്ച പോലെ ആദ്യ ദിവസം തന്നെ അടിയന്തര പ്രമേയം കൊണ്ടുവരാനുള്ള നീക്കം എന്തായാലും ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മനു. ശരി, സ്വാതിയാണ് ദില്ലിയിൽ നിന്ന് വാർത്തയുടെ സമഗ്രമായ വിവരങ്ങൾ നമുക്ക് നൽകിയത്. ഏതായാലും പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഇന്ന് തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. കേന്ദ്ര സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ കഴിയുന്ന ഒരുപാട് വിഷയങ്ങൾ പ്രതിപക്ഷത്തിന് മുന്നിലുണ്ട്. പ്രതിപക്ഷത്തിന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്തുണ്ടായ ആ ഐക്യത്തോടെ പാർലമെന്റിൽ ഒറ്റക്കെട്ടായി നിൽക്കാൻ കഴിയുമോ എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പരീക്ഷണ ഘട്ടം കൂടിയാണ് ഇത്തവണ ഈ വർഷകാല സമ്മേളനത്തിൽ കാണാൻ കഴിയുന്നത്. ഒപ്പം ശശി തരൂർ എന്ന പ്രധാനപ്പെട്ട ചോദ്യം കോൺഗ്രസിന്റെ മുൻപിലുമുണ്ട്. നമുക്ക് കാത്തിരുന്ന് കാണാം സഭയിൽ എങ്ങനെയൊക്കെ ആയിരിക്കും പ്രതിപക്ഷ നിലപാടുകളെന്ന്, കേന്ദ്ര സർക്കാർ എങ്ങനെ ഈ പറയുന്ന വിഷയങ്ങളെ കൈകാര്യം ചെയ്യും എന്നുകൂടി കാത്തിരുന്ന് കാണേണ്ടത് തന്നെയാണ്.